തടികാക്കാൻ രാഹുൽ എന്നുള്ള തരത്തിലേക്ക് അത് എന്തായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ, അല്ലെങ്കിൽ ഈ അന്വേഷണം എങ്ങനെ പോവും, അല്ലെങ്കിൽ രാഹുൽ എവിടെയുണ്ട്, ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി അടുത്ത മണിക്കൂറുകളടക്കം പോകുന്നത്. ഏതായാലും അതിൽ തന്നെയാണ് പത്രങ്ങൾ ഇന്ന് നിന്നിട്ടുള്ളത്. ജാമ്യാപേക്ഷയിലെ രാഹുലിൻ്റെ വാദം ആയുധമാക്കാൻ പോലീസ് എന്നാണ് മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. കൂടുതൽ രേഖകളുമായി രാഹുൽ കോടതിയിൽ. ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. രാഹുൽ വക്കാലത്തൊപ്പിട്ട് മടങ്ങി എന്ന് വിവരം എന്നും മലയാള മനോരമയുടെ വാർത്തയിൽ പറയുന്നുണ്ട്. ഒപ്പം ഉൾപേജുകളിൽ മനോരമയുടെ ഉൾപേജിൽ പറയുന്നു, അറസ്റ്റ് ഒഴിവാക്കാൻ കരുനീക്കം. ഒപ്പം കോടതിയിൽ കൂടുതൽ രേഖകൾ രാഹുൽ സമർപ്പിച്ചു. രാഹുലിൻ്റെ വാദം ഇക്കാര്യത്തിലുള്ള വളരെ കൺസെൻഷ്വലായിരുന്ന കാര്യങ്ങളാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും രാഹുൽ ഇക്കാര്യത്തിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്നു. പരിചയം സംബന്ധിച്ച് ഒക്കെ തന്നെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഏതായാലും മനോരമ അത് ഉൾപേജിൽ രാഹുലിനെ ന്യായീകരിച്ച മുഖപ്രസംഗമെന്നും ആ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തെ കോൺഗ്രസ് നേതാക്കൾ തള്ളിയെന്നും പറയുന്നുണ്ട്. കൗമുദിയുടെ ഒന്നാം പേജ് തലക്കെട്ട് തന്നെ തടികാക്കാൻ രാഹുൽ എന്നാണ്. യുവതിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി എന്ന് ആ വാർത്തയിൽ പറയുന്നു. ഒപ്പം രാഹുലിനെ കണ്ടത് വിവാഹം ഒഴിഞ്ഞ ശേഷമെന്ന യുവതി പറയുന്ന കാര്യവും അതിൽ ചേർത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന സൈബർ കൂട്ടങ്ങൾ ഇക്കാര്യത്തിൽ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന പശ്ചാത്തലത്തിൽ അക്കാര്യത്തിൽ ചില ക്ലാരിറ്റി കൂടെ ഈ വാർത്തകളിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒന്നാം പേജിൽ മാതൃഭൂമി ഒളിവിൽ തുടരുന്നു എന്നാണ് തലക്കെട്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുമെന്നും മാതൃഭൂമി പറയുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ചർച്ചകളിൽ സംഭവിച്ചു, ഇതിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള അതൃപ്തിയും നേതാക്കൾക്കിടയിലുള്ള ഭിന്നതയും അടക്കമുള്ള കാര്യങ്ങൾ ഉൾപേജിൽ അവർ വലിയ രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു. ദേശാഭിമാനി ഇതിൻ്റെ ഈ വാർത്ത ഇന്ന് ഉൾപേജിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി 7-ാം പേജിൽ അക്കാര്യത്തിൽ വളരെ കൃത്യമായി പറയുന്നു. അതായത് ആയുധമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കൂട്ടുപ്രതി KSU മുൻ നേതാവ് എന്നൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. ഒപ്പം രാഹുലിനെ പിന്തുണച്ച വീക്ഷണം കോൺഗ്രസിൽ ഭിന്നത എന്നും എല്ലാം കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞാണ് ഇത് സംഭവിച്ചത് എന്ന് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നു. ഏതായാലും മംഗളത്തിൻ്റെ തലക്കെട്ട് ഇതിൽ രാഹുൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, എന്തെല്ലാം അഭിഭാഷകർ മുഖേന ഈ കാര്യങ്ങൾ അറിയിച്ചു, അതായത് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ മുഖേന എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത്, ആ വാദങ്ങൾ സംബന്ധിച്ചും മംഗളം തലക്കെട്ടിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം മാധ്യമം രാഹുലിൻ്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ മൊഴി എന്ന ഒരു ആംഗിളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.